ഞാൻ ആരുടെയും മുഖത്ത് നോക്കാറില്ല. വാലിലേ നോക്കാറുള്ളൂ. ഏ ഹോ, എത്ര മനോഹരമായ വാൽ! സൂര്യരശ്മികൾ ഒതുക്കിയെടുത്ത് കൂട്ടിക്കെട്ടിയ പോലെ. ആഹാ, ഈ വാലും എത്ര ഗംഭീരം! പൗർണമിയും അമാവാസിയും ഇടവിട്ടിടവിട്ട് വരുന്നത് പോലെ. ഹി ഹി ഹി. സത്യത്തിൽ വാലാണ് ഒരു മൃഗത്തിന് അഭിമാനം. വാലിന്റെ വില നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ എനിക്കറിയാം. ഏ അറിയാമോ? എന്റെ വാലിന് എന്ത് വില വരും? ആ വിലയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വാലിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുമെന്നാ പറഞ്ഞത്. കാരണം എനിക്ക് വാലില്ല. പാവം. ഒരു വാലുണ്ടായിരുന്നെങ്കിൽ എന്ന് എത്ര വർഷമായി ഞാൻ മോഹിക്കുന്നതാണെന്നോ? എത്ര വർഷമായി? ഇനി കാര്യത്തിലേക്ക് കടക്കാം. വാലില്ലാത്തവരുടെ സങ്കടം തീർക്കാൻ ഞങ്ങളൊരു സംഘടന തുടങ്ങുന്നുണ്ട്. എങ്കിൽ പിന്നെ സംഘടന എന്ന് പറഞ്ഞാ പോരെ? ഹഹ. ഞങ്ങളുടെ സംഘടനയിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഞാൻ ചേരാം. ശരു, താനിങ്ങ് വാ. വെറുതെ ചാടിക്കേറി സംഘടനയിലൊന്നും ചേരണ്ട. തട്ടിപ്പാണോന്ന് ആർക്കറിയാം? വാലില്ലാത്തവരുടെ സങ്കടം വാലുള്ള നമ്മൾ മനസ്സിലാക്കണ്ടേ സൂത്ര? ഞാൻ സംഘടനയിൽ ചേർന്ന് അവരെയൊക്കെ സമാധാനിപ്പിക്കും. ഇവനൊക്കെ വാല് മാത്രമേ ഉള്ളൂ, തലയില്ല. അയ്യോ സൂത്ര! ഏ ശരു, സംഘടന തുടങ്ങിയില്ലേ? സംഘടന തുടങ്ങി. ആദ്യത്തെ യോഗവും കൂടി. വാലില്ലാത്തവരുടെ സങ്കടം തീർക്കാൻ യോഗത്തിൽ ഒരു വഴി കണ്ടെത്തി. സംഘടനയിലെ വാലുള്ളവരുടെ വാല് മുറിക്കുക. ഒന്ന് നിൽക്കണേ, ഞങ്ങൾ സങ്കടമൊന്ന് തീർക്കട്ടെ.